ഇവര് പുതിയ സൂത്രം പറഞ്ഞു കൊടുത്തല്ലോ. അച്ഛൻ സഹോദരിമാരെ വിളിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല 100 സഹോദരിമാരുണ്ട് എനിക്ക്. അപ്പൊ എല്ലാരും ഒരച്ചില് വാർത്തതുപോലെയാണ്. ഒന്നിച്ചു നിന്നാൽ ഭവാൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ പറ്റിക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്തെന്ന്, എല്ലാവരുടെയും വസ്ത്രധാരണവും കഴുത്തിലെ മുത്തുമാലകൾ എല്ലാം ഒരുപോലെ ആയിരിക്കുമെങ്കിലും എന്റെ മാല ഞാൻ കൂടുതൽ പിന്നിലേക്ക് വലിച്ചിടും. ആ അടയാളം നോക്കിയിട്ട് അങ്ങനെ തന്നെ വരിച്ചു കൊള്ളണമെന്ന് ഇവള് സൂത്രം പറഞ്ഞു കൊടുത്തു. തുടർന്ന് അവൾ 100 സഹോദരിമാരെയും വിളിച്ചു കൊണ്ടുവന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ശൃംഗഭുജനും ഒരുങ്ങി വന്നു. പെൺമക്കളെ നിരത്തി നിർത്തിയിട്ട് അവരിൽ നിന്ന് അവനിഷ്ടമുള്ളയാളെ തിരഞ്ഞു പിടിച്ച് മാലയിട്ട് കൊള്ളാൻ അഗ്നിശിഖൻ പറഞ്ഞു. ശൃംഗഭുജൻ എന്തു ചെയ്തു? മാലയെടുത്ത് രൂപശിഖയുടെ കഴുത്തിൽ തന്നെ കൃത്യമായി അണിയിച്ചു. പിറ്റേന്ന് തന്നെ ആർഭാടപൂർവ്വം വിവാഹം നടത്തുന്നതാണെന്ന് രാക്ഷസൻ അറിയിച്ചു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. നഗരത്തിനു വെളിയിലുള്ള കൃഷിസ്ഥലത്ത് പോയി രാശി നോക്കി 100 പറ എള്ള് നീ തന്നെ വിതച്ചിട്ട് വരണം. കൊടുക്കാതിരിക്കേണ്ട സൂത്രാണ് രാക്ഷസനി. എന്നും ആ ദുഷ്ടൻ ആജ്ഞാപിച്ചു. എള്ളും വാങ്ങി ശൃംഗഭുജൻ നടന്നു. അവനോടൊപ്പം ആരും കാണാതെ രൂപശിഖയും വയലിൽ ചെന്ന് അവരുടെ മായാവിദ്യ കൊണ്ട് 100 പറ എള്ളും നോട്ടിയിടയിൽ വിതച്ചിട്ട് മടങ്ങിപ്പോന്നു. രാജകുമാരൻ രാക്ഷസനെ കണ്ട് 100 പറ എള്ളും വിതച്ചു എന്നറിയിച്ചു. ഉടനെ രാക്ഷസൻ പറഞ്ഞല്ല, ഇത് വിതക്കാൻ പറ്റിയ സമയമല്ലെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. വേഗം പോയി ഒറ്റ എള്ള് ബാക്കിയാകാതെ പെറുക്കി കൊണ്ടുവരണമെന്ന്. ഇത്തവണയും രൂപശിഖ തന്നെ അവനെ രക്ഷിച്ചവൾ 10,000 ഉറുമ്പുകളെ അയച്ച് ഓരോ എള്ള് വീതം എടുപ്പിച്ചു കൊണ്ടുവന്ന് രാജകുമാരന്റെ മുന്നിൽ കൂട്ടിയിട്ടു കൊടുത്തു. ആ എള്ള മുഴുവൻ തിരികെ കൊണ്ടുവന്നപ്പോൾ രാക്ഷസൻ പറഞ്ഞു, ഇവിടെ നിന്ന് 2 യോജന തെക്കോട്ട് നടന്നാൽ അവിടെ വനത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ എൻ്റെ അനുജൻ ധൂമശിഖൻ പാർക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞയച്ചിട്ട് വന്നതാണെന്നും നാളെ എൻ്റെ മകൾ രൂപശിഖയുടെ വിവാഹമാണെന്ന് എല്ലാവരും നേരത്തെ എത്തിച്ചേരണമെന്ന് അറിയിക്കണം. സന്തോഷത്തോടെ രാജകുമാരൻ പുറപ്പെട്ടു. അതിനു മുമ്പ് അയാൾ രൂപശിഖയെ കണ്ട് വിവരം ധരിപ്പിച്ചു. അവൾ ഉടനെ ഒരു പാത്രത്തിൽ കുറെ മണ്ണും വെള്ളവും മുള്ളുകളും തീക്കൊള്ളിയും ജപിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കുതിരപ്പുറത്ത് കയറി ഇതുകൊണ്ട് പോകണം. ദേവാലയത്തിന് മുന്നിലെത്തി വിവാഹക്ഷണം ഉറക്കെ നടത്തിയിട്ട് നിമിഷം പോലും പാഴാക്കാതെ കുതിരപ്പുറത്ത് മടങ്ങിപ്പോരണം. ധൂമശിഖൻ പിന്നാലെ പാഞ്ഞു വരും. അപ്പോൾ ഈ മണ്ണ് വാരി എറിയണം. പിന്നെയും അയാൾ വരികയാണെങ്കിൽ വെള്ളം കോരി അയാളുടെ നേർക്കൊഴിക്കണം. എന്നിട്ടും വരികയാണെങ്കിൽ ഒന്നും പറ്റാണ്ട് വീണ്ടും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മുള്ളു വാരി എറിയണം. അതുകൊണ്ടും ഫലിച്ചില്ലെങ്കിൽ ഈ തീക്കൊള്ളി എടുത്തെറിയുക. ഓരോ തവണയും തിരിഞ്ഞു നോക്കിയാൽ എന്റെ മായാവിദ്യയുടെ രസവും കാണാം. ശൃംഗഭുജൻ അതനുസരിച്ച് ഉടനെ പുറപ്പെട്ടു. ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് തൊഴുതു നമസ്കരിച്ചിട്ടൊക്കെ ധൂമശിഖനോട് പറഞ്ഞു, ദാ വിവാഹക്ഷണം വിളിച്ചറിയിച്ചു. ഉടനെ തന്നെ കുതിരപ്പുറത്ത് ചാടിക്കയറി പാഞ്ഞു പോരുകയും ചെയ്തു. തെല്ലിട കഴിഞ്ഞപ്പോൾ ധൂമശിഖൻ എന്ന മഹാരാക്ഷസൻ വായും പിളർന്ന് പാഞ്ഞു വരുന്നത് കണ്ടു. ശൃംഗഭുജൻ പാത്രത്തിലെ ഒരു പിടി മണ്ണ് വാരി പിന്നിലേക്ക് എറിഞ്ഞതും അവിടെ വലിയൊരു പർവ്വതം ഉയർന്നു വന്നു. ആ പർവ്വതം കയറി ഇറങ്ങാൻ സാധാരണക്കാർക്ക് ആവില്ലെങ്കിലും മായാരാക്ഷസനായ ധൂമശിഖൻ കുറച്ചു സമയം കൊണ്ടത് മറികടന്ന് പാഞ്ഞു വന്നു. മനുഷ്യന്മാരെ പോലെയല്ലല്ലേ ഇവർക്ക് എന്തൊക്കെയോ തന്ത്രം ഉണ്ടല്ലോ. ഇത്തവണ അവൻ വെള്ളം കോരി എറിഞ്ഞു. അതാ ഒരു മഹാനദി അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ധൂമശിഖൻ അതും നീന്തി കയറി വന്നപ്പോൾ ശൃംഗഭുജൻ എന്ത് ചെയ്തു? മുള്ളുവാരി എറിഞ്ഞു. ഉടനെ അവിടെ ഒരു കൊടുങ്കാടുണ്ടായി. അതും മറികടന്ന് രാക്ഷസൻ എത്തിയപ്പോൾ തീക്കൊള്ളി എടുത്തെറിഞ്ഞു. തൽക്ഷണം ആ വനം മുഴുവൻ കാട്ടുതീ ആളിപ്പടർന്നു. അത് കണ്ട് ഭയന്ന് ധൂമശിഖൻ തിരിഞ്ഞോടി. വിജയശ്രീലാളിതനായി മടങ്ങി വന്ന ശൃംഗഭുജനെ കണ്ട് അഗ്നിശിഖൻ അമ്പരന്ന് പോയി. നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തുവോന്നാണ്. നീ എവിടെ പോയി എന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അല്ലെങ്കിൽ അടയാളം പറയണം. അത് കേട്ടവൻ പറഞ്ഞു, ആ ദേവാലയത്തിൽ 3 പ്രതിഷ്ഠകളുണ്ട്. ഇടതുവശത്ത് മഹാദേവിയും വലതുവശത്ത് ഗണപതി ഭഗവാനും നടുവിൽ മഹാദേവനും സ്ഥിതി ചെയ്യുന്നു. അത് കേട്ടപ്പോൾ അഗ്നിശിഖന് അത്ഭുതം തോന്നി. തന്റെ അനിയനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇവനൊരു മനുഷ്യനല്ല, ഏതെങ്കിലും ദേവനായിരിക്കും. എങ്കിൽ ഇവൻ എന്റെ മകൾക്ക് യോജിച്ച ഭർത്താവ് തന്നെയാണ്. സന്തുഷ്ടനായ അഗ്നിശിഖൻ രാജകുമാരനെ പോകാൻ അനുവദിച്ചു. അയാൾ രൂപശിഖയുടെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവളുടെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അഗ്നിശിഖൻ ആർഭാടപൂർവ്വം അവരുടെ വിവാഹം നടത്തി കൊടുത്തു. പിന്നെ ശൃംഗഭുജനും രൂപശിഖയും രതിമന്മഥന്മാരെ പോലെ മധുവിധം ആഘോഷിച്ചു കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസവും എന്തായിരുന്നു?
പിറ്റേ ദിവസം കഴിഞ്ഞ സമയത്ത് ശൃംഗാഭിജൻ പറഞ്ഞു, പ്രിയെ, നമുക്കിനി എന്റെ നാട്ടിലേക്ക് പോകണം. പൗരുഷശാലിയായ ഒരു ഭർത്താവും ഭാര്യാഗ്രഹത്തിൽ സ്ഥിരമായി വസിക്കുകയില്ല. നീ അച്ഛനോട് അനുമതി വാങ്ങി വരൂ. എന്റെ അസ്ത്രവും എടുത്തുകൊണ്ടുവരണം. ഇത് കേട്ട് രൂപശിഖ പറഞ്ഞു, അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അച്ഛനോട് അനുവാദം ചോദിച്ചാൽ നമ്മെ വിടുകയില്ല. നമുക്ക് രാത്രി ആരും അറിയാതെ ഇവിടം വിട്ടു പോകാം. അതനുസരിച്ച് രാത്രി കുറെ രത്നങ്ങളും ശൃംഗഭുജന്റെ അസ്ത്രവും എടുത്തുകൊണ്ട് ഇരുവരും കൂടി ശരവേഗം എന്ന കുതിരയുടെ പുറത്ത് കയറി. കുതിരയുടെ പേര് തന്നെ അതാണ്, ശരവേഗം. വർദ്ധമാനപുരത്തേക്ക് പോന്നു. അവർ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും വിവരം പറഞ്ഞ അഗ്നിശിഖൻ ആകാശമാർഗേണ അവരെ പിന്തുടർന്നു. ഇത് മനസ്സിലാക്കിയ രൂപശിഖ പറഞ്ഞു, അതാ അച്ഛൻ നമ്മെ പിടികൂടാൻ വരുന്നുണ്ട്. അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ചില മായാവിദ്യകൾ കാട്ടാൻ പോകുന്നു. ആദ്യം അങ്ങയെ അദൃശ്യനാക്കും, പിന്നെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊള്ളുക. തുടർന്ന് അവൾ മായാവിദ്യ രാജകുമാരനെ മറ്റാർക്കും കാണാൻ പറ്റാതാക്കി. അവൾ സ്വയം ഒരു പുരുഷനായും മാറി. അവിടെ ഒരാൾ വിറക് വെട്ടുന്നത് കണ്ട് രൂപശിഖ അയാളെ സമീപിച്ച് ഒരു രാക്ഷസൻ വരുന്നുണ്ടെന്നും അയാൾ ഇന്ന് രക്ഷപ്പെടാൻ തൽക്കാലത്തേക്ക് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അയാളുടെ പക്കൽ നിന്നും കോടാലി വാങ്ങി അവൾ സ്വയം വിറക് കീറാനും തുടങ്ങി. അപ്പോൾ അഗ്നിശിഖൻ ആകാശത്തിന് താഴെ എറിഞ്ഞ് അവളോട് ചോദിച്ചു, ഈ വഴി ഒരു പുരുഷനും സ്ത്രീയും കൂടി കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടോ? മകളോട് തന്നെയാണ് ചോദിക്കുന്നത്. പുരുഷരൂപം ധരിച്ച അവൾ മറുപടിഞ്ഞില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചതുമില്ല. അഗ്നിശിഖൻ എന്ന രാക്ഷസ രാജാവ് മരിച്ചുപോയി എന്നും അദ്ദേഹത്തെ ദഹിപ്പിക്കാനുള്ള വിറക് ഉടനെ തയ്യാറാക്കണമെന്നും ഞങ്ങളോട് അദ്ദേഹത്തിന്റെ അനിയൻ ധൂമശിഖൻ ഉത്തരവിട്ടിരിക്കുകയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മറ്റൊന്നും ശ്രദ്ധിക്കാതെ വിറക് കീറുകയായിരുന്നു എന്ന് സൂത്രം പറഞ്ഞു. ഇത് കേട്ട് അഗ്നിശിഖൻ അന്തം വിട്ടുപോയി. താൻ മരിച്ചെന്നോ? അതും തന്റെ അനിയൻ പറഞ്ഞിരിക്കുന്നത്രേ. അപ്പോൾ അത് ശരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ മരിച്ച എനിക്കിനി എന്തിനാണ് മകൾ എന്നൊക്കെ വിചാരിച്ച് ഒരു മന്ദബുദ്ധിയെ പോലെ അയാൾ മടങ്ങിപ്പോയി. അത് കണ്ട് പൊട്ടിച്ചിരിച്ച് രൂപശിഖ തന്റെ ഭർത്താവ് ഒന്നിച്ച് യാത്ര തുടർന്നു. അഗ്നിശിഖൻ മടങ്ങി വീട്ടിൽ ചെന്നപ്പോൾ അന്നേരാന്ന് മനസ്സിലാവുന്നത് താൻ മരിച്ചിട്ടില്ല, അല്ല ആര് പറയുന്നു. വീണ്ടും മകളെ അന്വേഷിച്ചിറങ്ങി. അയാൾ വീണ്ടും അലറി വിളിച്ചോടി വരുന്നത് കൊണ്ട് രൂപശിഖ വീണ്ടും തന്റെ ഭർത്താവിനെയും കുതിരയെയും അദൃശ്യരാക്കിയിട്ട് പുരുഷ വേഷം ധരിച്ച് വഴിയിൽ നിന്നൊരു ദൂതന്റെ വേഷമാണ് അവൾ ഇത്തവണ സ്വീകരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വിറക് വെട്ടുകാരന്റെ രൂപം സ്വീകരിച്ചു. ഇപ്രാവശ്യം ഒരു ദൂതന്റെ. അഗ്നിശിഖൻ അവളുടെ അടുത്ത് ചെന്ന് ഈ വഴി ഒരു പുരുഷനും സ്ത്രീയും കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടതായി ഓർക്കുന്നില്ല, ഞാൻ ഇത്തിരി തിരക്കിലാണ്. അറിഞ്ഞില്ലേ, അഗ്നിശിഖൻ എന്ന രാക്ഷസ നേതാവ് യുദ്ധത്തിൽ മുറിവേറ്റ് മരണാസന്നനായി കിടക്കുന്നു. അദ്ദേഹം തന്റെ രാജ്യം മനുജനായ ധൂമശിഖനെ ഏൽപ്പിക്കുന്ന ദൂതറിയിക്കാൻ ഞാൻ ഓടട്ടെ കേട്ടോ. സാമർത്ഥ്യം കേട്ടോ. ഇത് കേട്ട് അഗ്നിശിഖൻ വായും പൊളിച്ചു നിന്നുപോയി. താൻ യുദ്ധം ചെയ്തെന്നു ആരോടും എപ്പോഴും. മുറിവ് പറ്റിയത് എവിടെ? ആരാണ് എന്നെ മുറിവ് ഏൽപ്പിച്ചത്? അതറിയണമല്ലോ. അതറിഞ്ഞിട്ടല്ല വേറെ കാര്യം. അയാൾ വേഗം സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഈ തക്കത്തിന് അവർ വീണ്ടും യാത്ര തുടർന്നു. കൊട്ടാരത്തിലെത്തിയ അഗ്നിശിഖന് തന്നെ വീണ്ടും ആരോ വിഡ്ഢിയാക്കിയതാണെന്ന് മനസ്സിലായി. ഏതായാലും അതോടെ അയാളുടെ കോപമൊക്കെ അടങ്ങി. ഇനി മകളെ അന്വേഷിച്ച് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ച് സ്വസ്ഥനായിരുന്നു. ദാദിയെ ചെയ്താ പോരെ. ഈ സമയം ശൃംഗഭുജൻ ഭാര്യാസമേതനായി വർദ്ധമാനപുരത്ത് എത്തുകയും ചെയ്തു. പുത്രവിയോഗത്താൽ ദുഃഖാർത്തനെ കഴിയുകയായിരുന്ന വീരഭുജ രാജാവ് സമന്തകം തേടിപ്പോയ കൃഷ്ണൻ സത്യഭാമയോടൊപ്പം വരുന്നത് പോലെ തന്റെ പുത്രനോട് ലോകൈക സുന്ദരിയുമായി വരുന്നത് കണ്ട് വളരെ സന്തോഷിച്ചു. അവർ ഇരുവരും അച്ഛന്റെ കാൽക്കൽ നമസ്കരിച്ചു. നീ ഇതുവരെ എവിടെയായിരുന്നു മകനെ? രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഇതുവരെ ഉണ്ടായതൊക്കെ ഒരു വളച്ചുകെട്ടില്ല, ഒരു കളവില്ലാതെ എല്ലാം ശൃംഗഭുജൻ വിവരിച്ചു. അച്ഛന്റെ കൊക്കിനെ മുറിവേൽപ്പിച്ച അസ്ത്രം തിരികെ കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മക്കളുടെ മത്സരബുദ്ധി എത്രത്തോളം എന്ന് രാജാവിന് മനസ്സിലായി. ഇതുപോലെ തന്നെ ഇവന്റെ അമ്മയെ ഗുഹയിൽ അടപ്പിച്ചത് മറ്റു രാജ്ഞിമാരുടെ പോരാണെന്നും മനസ്സിലായി. ഓരോന്നോരോന്നായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അന്ന് രാത്രി ഒന്നും അറിയാത്തതുപോലെ അയശോരേഖ എന്ന ദുഷ്ടമാനസയായ പത്നിയോടൊപ്പം അദ്ദേഹം ശയിച്ചു. രാജ്ഞി ഉറങ്ങിയെങ്കിലും രാജാവ് ഉണർന്നു കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ അയശോരേഖ ഇപ്രകാരം പിറുപിറുക്കുന്ന രാജാവ് കേട്ടു. കഷ്ടം, ഞാൻ വെറുതെ കള്ളം പറഞ്ഞ ഗുണവരയെ ഗുഹയിൽ അടപ്പിച്ചല്ലോന്ന് ഉറക്കഭ്രാന്ത് പറയുന്നു പെണ്ണുങ്ങ. രാജ്ഞി സംശയം തീർന്ന രാജാവ് ഉടനെ ഗുണവരയെ കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ മകൻ വിവാഹിതനായി മടങ്ങിയെത്തിയ സന്തോഷ വാർത്ത അറിയിച്ചു.
നേരം പുലർന്ന ഉടനെ മകനെയും ഭാര്യയെയും വരുത്തി അമ്മയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ മകനെയും വധുവിനെയും ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. അമ്മ സഹോദരന്മാർ തന്നെ അസ്ത്രം തേടി അയച്ചതു മുതൽ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ശൃംഗഭുജൻ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. പതിവ്രതയും സ്നേഹധനയും അത്ഭുത ശക്തികളുള്ളവളുമായ രൂപശിഖയെ ഭാര്യയായി കിട്ടിയ മകൻ മഹാഭാഗ്യവാനാണെന്ന് പറഞ്ഞ് ഇരുവരെയും ആ അമ്മ വീണ്ടും അനുഗ്രഹിച്ചു. നല്ലൊരു ഭാര്യയെ നല്ല മകൻ കിട്ടിന് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരോപണ വിധേയനായ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്ന അന്തഃപുര സൂക്ഷിപ്പുകാരൻ സുരക്ഷിതൻ മടങ്ങിയെത്തി രാജാവിനെ വണങ്ങി. ആ പാവം നിരപരാധിയാണെന്നറിയാമായിരുന്ന രാജാവ് അവനെ സന്തോഷപൂർവ്വം പഴയ ലാവണത്തിൽ തന്നെ നിയമിക്കുകയും തുടർന്ന് ദുഷ്ടകളായ 99 രാജ്ഞിമാരെയും ഗുഹയിൽ അടച്ചുകൂട്ടാനും ഉത്തരവിട്ടു. അത് കേട്ട് നല്ലവളായ ഗുണവര പറഞ്ഞു രാജാവിനോട്, അങ്ങനെ ചെയ്യൂ, ഞാൻ അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ, അവർ സ്വവസതികളിൽ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് രാജാവ് നിശ്ചയിച്ചു. ഇത്രയും ഗുണവതിയായ ഒരു ഭാര്യയെ ലഭിച്ചത് മഹാഭാഗ്യമാണെന്ന് രാജാവ് വിശ്വസിച്ചു. പിന്നീട് അദ്ദേഹം ദുർബുദ്ധികളായ പുത്രന്മാരെ നാട് കടത്താൻ ആജ്ഞാപിച്ചത് കേട്ട് ശൃംഗഭുജൻ അത് ചെയ്യരുതെന്ന് അപേക്ഷിച്ചു. ആ സഹോദരന്മാർക്ക് ഏറെ പശ്ചാത്താപം തോന്നി. അവർ ഗുണവരനെ മനസ്സാ വാഴ്ത്തി. അനന്തരം ശൃംഗഭുജനെ മഹാരാജാവ് യുവരാജാവായി അഭിഷേകം ചെയ്യിച്ചു. തുടർന്ന് ശൃംഗഭുജൻ വലിയൊരു സൈന്യവുമായി പുറപ്പെട്ട അന്യരാജ്യങ്ങളെല്ലാം കീഴടക്കി പ്രജകൾക്കും മാതാപിതാക്കൾക്കും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് ചക്രവർത്തിയായി ചിരകാലം വാണു എന്നാണ് ഒരു കഥ. പോരാ, ഈ കഥയിലെ രൂപശിഖയെ പോലെ ഭർത്താവിന്റെ ഹിതാനുവർത്തിയായി മാത്രം ജീവിക്കുന്ന പതിവ്രതമാർ ധാരാളമുണ്ട്. പാതിവൃത്യം എന്ന് വെച്ചാൽ അതൊരായുധാണ് സ്ത്രീകൾക്ക്. ഹരിശിവൻ ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയപ്പോൾ നരവാഹനദത്തനും മറ്റുള്ളവരും ഏറെ സന്തോഷിച്ചു. അപ്പോഴേക്ക് സന്ധ്യ ആയതുകൊണ്ട് എല്ലാവരും സന്ധ്യാവന്ദനത്തിനായി പിരിയുകയും ചെയ്തു. ഇനി തപോദത്തന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അടുത്ത ദിവസം പ്രഭാതത്തിലെ പത്നിയായ രത്നപ്രഭയോടൊപ്പം ഇരിക്കുകയായിരുന്ന നരവാഹനദത്തന്റെ അടുത്തേക്ക് ഗോമുഖൻ തുടങ്ങിയ മന്ത്രിമാരെത്തി. മരുഭൂതി എന്ന മന്ത്രിയാകട്ടെ മദ്യപിച്ച് ലക്ക് കെട്ടാണ് കയറി വന്നത്. അയ്യോ! അത് കണ്ട് ഗോമുഖൻ അയാളെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ആരുടെ ഉപദേശം വേണ്ട എന്നായിരുന്നു മരുഭൂതിയുടെ പ്രതികരണം. അത് കേട്ട് ഗോമുഖൻ പറഞ്ഞു, ഈ മരുഭൂതിയെ പോലെയുള്ള ബുദ്ധിശൂന്യരെ ഒന്നും പറഞ്ഞും ധരിപ്പിക്കാനാവൂല. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. പ്രതിഷ്ഠാനഗരത്തിൽ ആര് പറയുന്ന ഗോമുഖൻ, പണ്ട് തപോദത്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ബാല്യത്തിൽ പഠനകാര്യങ്ങളിൽ അയാൾ തീരെ തൽപരനായിരുന്നില്ല. പ്രായമായപ്പോൾ വിദ്യയില്ലാത്തവൻ എന്ന് അയാളെ ജനങ്ങൾ പരിഹസിക്കാനും തുടങ്ങി. അത് കേട്ട് ലജ്ജിതനായ അയാൾ ഗംഗാതീരത്ത് പോയി ദേവേന്ദ്രൻ തപസ് ചെയ്യാനും തുടങ്ങി. ഒറ്റയടിക്ക് സർവജ്ഞനാകുക എന്നതായിരുന്നു തപസ്സിന്റെ ലക്ഷ്യം. കുറെ നാളും കഷ്ടപ്പെടാനൊന്നും കഴിയില്ല. എന്നാലും സരസ്വതി ദേവിനല്ലേ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ ഗംഗാതീരത്തും തപോദത്തന്റെ സമീപത്ത് ഇരുന്നു കൊണ്ട് മണൽ വാരി ഗംഗയിലേക്ക് എറിയാൻ തുടങ്ങി. കുറെ നേരം ഇത് ആവർത്തിച്ചപ്പോൾ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് തപോദത്തൻ ചോദിച്ചു. അതിനുത്തരമായി ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഈ നദിക്ക് കുറുകെ ഒരു ചിറ കെട്ടാൻ ശ്രമിക്കുകയാണ്. ചിറ ശരിയായാൽ നദി നീന്താതെ ആളുകൾക്ക് അക്കരെ എത്താമല്ലോ. ഇതാണ് എന്റെ വിചാരം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തപോദത്തൻ പറഞ്ഞു, എന്തൊരു വെഡിത്തമാണ് നിങ്ങൾ കാട്ടുന്നത്. തിരമാലകൾ അടിക്കുന്ന ഈ നദിയിൽ ഓരോ പിടി മണൽ വാരി എറിഞ്ഞ ചിറയുണ്ടാക്കാൻ കഴിയുമോ? ബുദ്ധിശൂന്യതയല്ലേ നിങ്ങൾ കളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും പഠിക്കാതെ ഒറ്റയടിക്ക് വിദ്യ മുഴുവൻ ആർജിക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ എനിക്കിതും കഴിയും. ഇതാണ് ദേവേന്ദ്രൻ പറഞ്ഞത്. അത് കേട്ട് തന്റെ തപസ്സിന്റെ വ്യർത്ഥത മനസ്സിലാക്കി തപോദത്തൻ എല്ലാം മതിയാക്കി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. സൽബുദ്ധിയുള്ളവർ മറ്റുള്ളവർ പറയുന്നതിന്റെ കാര്യം ഗ്രഹിച്ച് ബോധവാന്മാരാകും. പക്ഷേ മരുഭൂതിയെ പോലുള്ളവരെ കാര്യം ഗ്രഹിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് പറഞ്ഞത് ഗോമുഖൻ. ഗോമുഖൻ ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോൾ ഹരിശിഖൻ എന്ന യുവമന്ത്രി പറഞ്ഞു, സുബുദ്ധികളെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താമെന്ന് ഗോമുഖൻ പറഞ്ഞത് വളരെ 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 ശരിയാണ്.
ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. വിരൂപ ശർമ്മ. പണ്ട് വാരാണസിയിൽ ദരിദ്രനും മഹാവിരൂപനുമായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാളുടെ പേരും വിരൂപ ശർമ്മ എന്ന് തന്നെ ആയിരുന്നു. ഈ വൈരൂപ്യന്മാരെ സൗന്ദര്യവും ദാരിദ്ര്യന്മാരെ സമ്പത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അയാൾ വനത്തിൽ പോയി നിന്ദനെയും ധ്യാനിച്ച് തപസ് തുടങ്ങി. കുറേ കാലം തപസ് നീണ്ടു. ഇപ്പൊ എല്ലാവരും ഇന്ദ്രനൊരു കുറുനരിയുടെ രൂപത്തിൽ അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വാർദ്ധക്യം ബാധിച്ച് ശരീരമാകെ പുണ്ണും വ്രണങ്ങളുമായി ഈച്ച പൊതിഞ്ഞ് അതിനെ ഒന്ന് ഓടിക്കാൻ പോലാവതില്ലാതെ വേദന കൊണ്ട് പൊളയുന്ന ആ കുറുനരിയെ കണ്ടപ്പോൾ വിരൂപ ശർമ്മ വിചാരിച്ചു, പാപം മുജ്ജൻ പാപം തന്നെ ആയിരിക്കും ഇത്. വിധിച്ചതെല്ലാം അനുഭവിച്ചല്ലേ തീരൂ. തന്റെ കാര്യവും വ്യത്യസ്തമല്ലല്ലോ. ഈ കുറുക്കൻ അവന്റെ അവസ്ഥ നോക്കുമ്പോൾ തന്റെ സ്ഥിതി എത്ര മെച്ചം. സൗന്ദര്യം കുറഞ്ഞതോ ധനം കുറഞ്ഞതോ അത്ര വലിയ കാര്യമൊന്നുമല്ല. അധ്വാനിച്ചാൽ ജീവിക്കാം. കർമ്മഫലം അനുഭവിച്ചേ തീരും. ഇപ്രകാരം ചിന്തിച്ച് തപസ് മതിയാക്കി അയാൾ എഴുന്നേറ്റ് നടന്നു. സൽബുദ്ധികൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. ഇങ്ങനെ ഹരിശിഖൻ പറഞ്ഞതിനോട് ഗോമുഖനും അനുകൂലിച്ചപ്പോൾ മദ്യലഹരിയിൽ ആണ്ടുപോയ മരുഭൂതിക്ക് കോപം കൂടുകയാണ് ചെയ്തത്. സ്വബോധമില്ലല്ലോ. അയാള് അവരെ ശാസിക്കുകയും വഴക്ക് കൂടാൻ ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ നരവാഹനദത്തൻ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിരിച്ചുവിട്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വീണ്ടും സദസ്സു കൂടിയ സമയത്ത് മരുഭൂതി തലേന്നത്തെ സംഭവങ്ങളോട് വല്ലാതെ ലജ്ജിതനായിട്ടാണ് പ്രവേശിച്ചത്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് പത്മപ്രഭ മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ ഈ ബാല്യകാല സഖാക്കളുടെ നിഷ്കളങ്കമായ സ്നേഹവും അങ്ങേക്ക് അവരോടുള്ള സ്നേഹവും കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു പ്രഭു എന്ന് പറഞ്ഞു. പൂർവകർമ്മ സുഹൃതമാണ് ഈ സൗഹൃദ ബന്ധം എന്ന് സംശയമില്ല. ഇത് കേട്ട് നർമ്മസജീവനായ തപന്തകൻ ഇപ്രകാരം പറഞ്ഞു, മഹാറാണി പറഞ്ഞത് ശരിയാണ്. പൂർവജന്മ സുഹൃതം തന്നെയാണ് നാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം. ആ കഥ ഇപ്പൊ തുടങ്ങിയാൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ ആ കഥ നാളെ പറയാം. കൊച്ചു കൊച്ചു കഥകളുണ്ട്, നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാം. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.